ദാവൂദ് നബി അലൈഹി സ്വലാമിനെ കാണാൻ വേണ്ടി അസ്രായിൽ വന്നപ്പോ വിസിറ്റിന് വന്നതാണ്, റൂഹ് പിടിക്കാനല്ല. അസ്രായിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ മുന്നിലൂടെ ഒരാൾ ഇങ്ങനെ പോയപ്പോ അസ്രായിൽ അലൈഹി സ്വലാം പറഞ്ഞു, ദാവൂദ് നബിയെ, ആ പോകുന്ന ആളില്ലേ, അയാൾക്ക് 6 ദിവസം കൂടിയ ദുന്യാവിൽ ആയുസ് ബാക്കിയുള്ളൂ. മുപ്പരത്തെ അതിന്റെ ചിത്രം ഉണ്ടല്ലോ, അതിന്റെ എല്ലാ കാറ്റലോഗും ഉണ്ടല്ലോ, ആരെ പിടിക്കണം, ഏത് സമയത്ത് പിടിക്കണം. അസ്രായിൽ പറഞ്ഞു, ആ പോണ ആൾക്ക് 6 ദിവസം കൂടിയ ദുന്യാവിലുള്ളൂ. ദാവൂദ് നബി അലൈഹി സ്വലാം 2, 3, 4 കൊല്ലം കഴിഞ്ഞിട്ട് ഈ മനുഷ്യനെ കണ്ടപ്പോ ദാവൂദ് നബി ചിന്തിച്ചു, പടച്ചോനെ, ഇയാളെ പറ്റിയല്ലേ എന്ന് 6 ദിവസം ഉള്ളൂ എന്ന് പറഞ്ഞ്, ഇയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കണ്ടല്ലോ, മരിച്ചിട്ട് പിന്നെ ജീവിച്ചോ? അസ്രായിൽ അലൈഹി സ്വലാം പിന്നൊരിക്ക വന്നപ്പോ ചോദിച്ചാൽ, നിങ്ങൾ 6 ദിവസം ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഹയാത്തിലുണ്ടല്ലോ, അത് നിങ്ങൾ കേൾക്കണോ? നേരെ പിറ്റേന്ന് അയാൾ ചേർക്കപ്പെടാത്തൊരു ബന്ധം ഉണ്ടായിരുന്നു, മുറിഞ്ഞു കിടക്കുന്ന ഒരു ബന്ധം. ആ ബന്ധം ചേർത്തിട്ട് ബന്ധം ഉഷാറായപ്പോ അള്ളാഹു തആല ഒരു 20 കൊല്ലത്തെ ആയുസ്സും കൂടി നീട്ടിക്കൊടുത്തിട്ടുണ്ട്. 1 കൊല്ലല്ല, 20 കൊല്ലത്തെ ആയുസ് കൂടി അള്ളാഹു തആല നീട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കൊല്ലം കൂടി കഴിഞ്ഞിട്ട് ആള് മരിക്കുള്ളൂ. ആയുസ് നീളാനൊക്കെ എന്തും ചെയ്യൂല, നമ്മൾ എന്തും ചെയ്യും. നിങ്ങൾ ഏതെങ്കിലും ചികിത്സക്കാരത്ത് പോയൊക്കെ നിങ്ങൾക്ക് ആയുസ് 25 കൊല്ലം നീട്ടിക്കിട്ടും. ഒരു 10,000 രൂപ സംഭാവന എന്ന് പറഞ്ഞാൽ എണ്ണി കൊടുക്കൂല അവിടെ, ഒരു മിനിറ്റ് താമസിക്കാതെ. ഒരു ചെലവുമില്ല, ഒറ്റ കാര്യമുള്ളൂ, സിലത്തുർ റഹിം, കുടുംബ ബന്ധം ചേർക്കുന്നത് ദുന്യാവിലും ആഖിറത്തിലും സമൃദ്ധി ലഭിക്കുന്ന കാര്യമാണ്. അർശിന്റെ തണൽ കൊള്ളുന്ന 77 വിഭാഗങ്ങളിൽ എണ്ണപ്പെട്ടൊരു വിഭാഗമാണ് വാസിലുർ റഹിം. കുടുംബ ബന്ധം ചേർത്ത ആൾക്ക് അർശിന്റെ തണലുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. സഹോദരന്മാരെ, ഏതൊരു ശരീരത്തിലും മരണമുണ്ട്. നമ്മൾ എവിടെ മരിക്കും, എപ്പം മരിക്കും, എങ്ങനെ മരിക്കും, ഏത് രൂപത്തിലും മരിക്കുന്നു നമുക്കാർക്കും നിശ്ചയിക്കാൻ പറ്റാത്തൊരു പ്രതിഭാസമാണ് മരണം. അള്ളാഹു നമുക്ക് ഹയാത്ത് തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് മരണം നൽകും. അള്ളാഹു നമ്മുടെ മരണക്ക് നല്ല മരണമായി കാമിലായി മുഅ്മിനായി മരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നിങ്ങളൊന്ന് കണ്ടില്ലേ, വേദനയോടെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ നമ്മളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹാഫിദ് മസ്ഊദ് സഖാഫി, അല്ലാഹ് സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി പോയി. സഹോദരന്മാരെ, തൻ്റെ സൗണ്ട്, തൻ്റെ ശബ്ദമാധുര്യം കൊണ്ട്, തൻ്റെ പ്രഭാഷണം കൊണ്ട് ഒരുപാട് ജനമനസ്സുകൾ അള്ളാഹുവിന്റെ ദീനിലേക്ക് ക്ഷണിച്ച വലിയ ഉസ്താദ്. ഏതു രൂപത്തിലും എങ്ങനെ വയലു പറഞ്ഞാലും ജനമനസ്സുകളുടെ മനം കവരുന്ന ഉസ്താദ്, ജനമനസ്സുകളുടെ മനം കവർന്നെടുക്കുന്ന ഉസ്താദ്. അള്ളാഹുവേ, ആ ഉസ്താദിന്റെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ, റാഹത്തിലാക്കി കൊടുക്കണേ അല്ലാ. ഇന്ന് രാവിലെ ഈ വാർത്ത കേട്ടപ്പോൾ അല്ലാതെ നെഞ്ചു പൊട്ടിപ്പോയി. സഹോദരന്മാരെ, പ്രഭാഷണ രംഗത്ത് എല്ലാ ഉസ്താദന്മാർക്കും ഗ്രൂപ്പ് തിരിച്ചും തിരിച്ചാതെയും ഏതും മനുഷ്യന്മാർക്കും എല്ലാവർക്കും ഒറ്റ വാക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു പ്രഭാഷകനാണ് മസ്ഊദ് സഖാഫി. ഞാൻ പലപ്പോഴും അവരുടെ വാഴ കേൾക്കുന്ന ആളാണ്. അള്ളാഹുവെ, ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കല്ല. ഈ കാലം അത്രയും അവര് ചെയ്ത മുഴുവൻ പ്രഭാഷണങ്ങളും പറഞ്ഞ മുഴുവൻ പ്രഭാഷണങ്ങളുടെയും ബർക്കത്ത് കൊണ്ട് അവരുടെ ഖബർ സന്തോഷത്തിലാക്കി കൊടുക്കണേ അല്ലാ. സഹോദരന്മാരെ, വാക്കുകൾക്ക് ഇടർച്ച വരികയാണ്, പറയാൻ കഴിയുന്നില്ല. പ്രഭാഷണ രംഗത്തെ താരം മസ്ഊദ് സഖാഫി എന്ന് നമുക്ക് പറയാം. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. എല്ലാ പ്രഭാഷകന്മാരിൽ നിന്നും വേറിട്ട ശൈലിയാണ് ഉസ്താദിന്. എല്ലാവർക്കും തിരിയുന്ന, എല്ലാവരെയും മനം കവരുന്ന ഒരു പ്രഭാഷണമാണ് ഉസ്താദിന്റെ. അള്ളാഹുവേ, ഉസ്താദിന് പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഉസ്താദെ, നിങ്ങളുടെ ശബ്ദം കേട്ടാൽ വിശ്വാസികളുടെ ഉള്ള് പിടയുമായിരുന്നു. നിങ്ങളുടെ കണ്ണ് നിറഞ്ഞാൽ ശ്രോതാക്കളുടെ കണ്ണ് നിറയുമായിരുന്നു. ഉസ്താദെ, വിചാരിതമായിട്ടുള്ള നിങ്ങളുടെ മരണം കേട്ട് ഞങ്ങളെല്ലാവരും സങ്കടപ്പെടുന്നു, എല്ലാവരും വളരെയേറെ ദുഃഖിക്കുന്നു. ഉസ്താദിനോട് കൂടെ അള്ളാഹു നാളെ ഞങ്ങളൊക്കെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. സഹോദരന്മാരെ, ഉസ്താദ് ഈ കാലം അത്രയും ജനങ്ങളെ ദീനിന്റെ സൽപാന്താവിലേക്ക് ക്ഷണിച്ച ഈ വയല് മാത്രം മതി ഉസ്താദിന്റെ സ്വർഗം, ഉസ്താദിന്റെ ഖബർ താഴ്ത്താവാൻ, ഉസ്താദിന് സ്വർഗം ലഭിക്കാൻ. അള്ളാഹു നല്ല നല്ല പണ്ഡിതന്മാരെ, നല്ല 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 ആളുകളൊക്കെ പെട്ടെന്ന് അള്ളാഹു വിളിക്കും. ആഖിറു സമാനിന്റെ ഒരു കാലാണ്. അള്ളാഹുവേ, ഉസ്താദിന് വലിയ സന്തോഷം ആ ഖബറിൽ കൊടുക്കണേ അല്ലാഹ്. നിങ്ങളെല്ലാവരും ഉസ്താദിന് വേണ്ടി ഒരു ഫാത്തിഹ ഓതണം. സഹോദരന്മാരെ, ഒരു ഫാത്തിഹ ഓതണം, ഒരു ഫാത്തിഹ ഓതണം.
നമുക്കെല്ലാവർക്കും ഒരു ഫാത്തിഹ ഓതാ ഇലാ ഹളറത്തി സയ്യിദന വഹബീബിന മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറത്തി من نويناه الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. സഹോദരന്മാരെ, എല്ലാവരും ഫാത്തിഹ ഇഖ്ലാസ് മുഅവ്വിദത്തൈൻ ഓതണം. ഒരു മനുഷ്യന്മാർ ഉസ്താദിന്റെ പ്രഭാഷണം കേൾക്കാത്തവരുണ്ടാവില്ല. എല്ലാവരും ഉസ്താദിന്റെ പ്രഭാഷണം കേൾക്കുന്നവരാണ്. നിങ്ങളൊക്കെ ഉസ്താദിനെ അറിയുന്ന ആളുകളാണ്. എല്ലാവരും ഉസ്താദിന്റെ ഹദറത്തിൽ ഇപ്പോൾ ഫാത്തിഹ അല്ലാഹു ഉസ്താദിന് പൊരുത്തം കൊടുക്കട്ടെ, സ്വർഗ്ഗം കൊടുക്കട്ടെ, നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു